നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് മൂന്നാമത്തെ ദിവസമാണ്. ഇന്നിപ്പോൾ മടത്തിക്കുളത്ത് നമ്മൾ ഇന്നലെ രാത്രി തന്നെ എത്തി. ഏകദേശം ഒരു 10 മണിയാകുമ്പോൾ എത്തി. അവിടെ നമ്മളൊരു 150 രൂപയ്ക്ക് ഈ ഹാളുമാരുള്ളൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അതെടുത്തു, അവിടെ തങ്ങിയിട്ട് നമ്മളിപ്പോൾ രാവിലെ കുളി കഴിഞ്ഞു. ഇനി ഇവിടുന്ന് നടക്കുകയാണ്. ഇനി 24 കിലോമീറ്ററേ ഉള്ളൂ പഴനിക്ക്. അപ്പോൾ പതിയെ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ഒരു ഉച്ചയാകുമ്പോഴേക്കും നമുക്ക് അവിടെ എത്താമല്ലോ എന്ന് പറഞ്ഞിട്ടാണ്. അധികം വെയിലുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മാറി നിൽക്കും, അല്ലാത്ത പക്ഷം അവിടെ നേരത്തെ എത്തും. പിന്നെ ഇന്നിപ്പോൾ ഈ 3 ദിവസം വരുന്ന വഴിയൊക്കെ നമ്മുടെ മൂത്താൻ സമുദായത്തിൻ്റെ ചെറുതും വലുതുമായ കുറേ ടീമുകളുണ്ടല്ലോ. അപ്പോൾ അവരുടേതൊക്കെ ഉച്ചനേരത്തെ അന്നദാനം, ഇടനേരത്തെ ഈ ചായ കടി, അതുമാതിരി വൈകുന്നേരം രാവിലെ ആയിട്ടുള്ള ടിഫൻ, ഇതൊക്കെ ഓരോ ആളുകളും കൊടുത്തുകൊണ്ടിരുന്നു. നല്ല ഭംഗിയായിട്ടായിരുന്നു എല്ലാ കാര്യങ്ങളും. കാരണം അവർക്കും തൃപ്തിയായി, നമുക്കും തൃപ്തിയായി, അങ്ങനെയുള്ള രീതിയിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മുടെ സമുദായത്തിൻ്റെ ഈ ഒരു ദിവസത്തെ ഈ നടത്തത്തിൽ നമ്മുടെ പാലക്കാടിൻ്റെ പരിസരത്തുള്ള ഒരു 20 കിലോമീറ്റർ ചുറ്റിലുള്ള ആളുകളൊക്കെ നമ്മുടെ കൂടെ, നമ്മുടെ ഈ സമുദായത്തിൻ്റെ കൂടെ കുറേ ആളുകൾ ഇപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 15 വർഷം മുമ്പാണ് ഞാൻ പഴനിക്ക് നടന്നു വന്നത്. അതിന് ശേഷം ഇപ്പോഴാണ് നടന്നു വരുന്നത്. അപ്പോൾ അന്ന് കാണുന്നതിനെക്കാട്ടിലും എത്രയോ ഒരു 10 മടങ്ങ് ആളുകൾ ഇപ്പോൾ പഴനിക്ക് നടന്നു വരുന്നുണ്ട്. നമ്മൾ നടക്കുന്ന നമ്മുടെ സമുദായത്തിൻ്റെ ഈ സമയത്ത് നമ്മുടെ സമുദായത്തിൻ്റെ കൂടെ നടക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആളുകളുണ്ട്. കാരണം അത്രയും ഈ നമ്മുടെ ഒരു ടീം വർക്ക് അത് ഭംഗിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ഈ 1 10 10 100 എന്ന് പറഞ്ഞ മാതിരി ആളുകൾ നിറയെ കൂടിയിട്ടുണ്ട്. അതൊരു പോസിറ്റീവാണ് നമ്മുടെ സമുദായത്തിനെ സംബന്ധിച്ച്. ഇനിയിപ്പോൾ നമ്മുടെ അവസാനത്തെ ലക്ഷ്യം പഴനിക്കാണ്. ഇനിയിപ്പോൾ ഏകദേശം ഇന്നിപ്പോൾ ഒരു ഉച്ചയാകുമ്പോഴേക്ക് എത്തുമെന്ന് വിചാരിക്കണം. അപ്പോൾ അവിടെ എത്തിയിട്ട് ദർശനം കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ. ഓം ശരവണ ഭവ.